ഞാനിന്ന് ആട് കാണാൻ പോയ കഥയാണ് പറയുന്നത്. പടം ഇറങ്ങിയപ്പോൾ തന്നെ പോയി കണ്ടതാണ്, എന്നാൽ ഇപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഈ പടം 3Dയിൽ ഇറക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ആട് ടീം അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആട് ഒരു ഭീകരജീവിയാണ് എന്ന പടം റിലീസാവുന്നത്. മിക്കവരെ പോലെ തന്നെ ഞാനും അത് തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഞാൻ CD മേടിച്ച് വീട്ടിലിരുന്നാണ് കണ്ടത്. ആ വെക്കേഷനിൽ ഞാൻ CD ഇട്ട് 2 പടമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒന്ന് ആടും, പിന്നൊന്ന് അടികപ്പേരെ കുട്ടമണിയും. ഇത് രണ്ടിൻ്റെയും പ്രൊഡക്ഷൻ ഫ്രൈഡേ ഫിലിം ഹൗസ് തന്നെയായിരുന്നു. എനിക്ക് അന്ന് ഈ പടം മനസ്സിലേക്ക് സ്ട്രൈക്ക് ആയത് ഇതിനകത്ത് എല്ലാ മെയിൻ ക്യാരക്ടേഴ്സിനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആട് 2 കാണാൻ പോയ സമയത്ത് രാവിലെ ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ ക്യൂ നിന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ സിനിമ കാണാൻ കയറിയത്. ആടും ആട് 2 വെച്ച് നോക്കുമ്പോഴത്തേക്കും ആട് 3ക്ക് എന്താണ് പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആട് ഫസ്റ്റും ആട് സെക്കൻഡിനെക്കാട്ടിലും ആട് 3 വരുമ്പോഴത്തേക്കും ഹ്യൂമർ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹ്യൂമർ കുറച്ച് കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. പകരം നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു ഫ്രിക്ഷൻ ഫാൻറ്റസി വേൾഡ് ഉണ്ടാക്കിയേക്കാണെന്ന് പറയാം. ഇതിനർത്ഥം കോമഡി ഒട്ടും ഇല്ല എന്നല്ല. ഫസ്റ്റും സെക്കൻഡിലും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എനിക്ക് കുറച്ച് കോമഡി കുറഞ്ഞതായിട്ട് തോന്നി. എല്ലാവരെയും പോലെ ഞാനും വെയിറ്റ് ചെയ്യുന്നത് ആട് 3യുടെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് അറിയാനാണ്. ആട് ഫ്രാഞ്ചൈസിലെ ഈ 3 പടത്തിനകത്ത് ഏത് പടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന പടം ഏതാണെന്ന് നമുക്ക് നോക്കാം.